നിങ്ങൾ ഇതിനു മുമ്പ് സെൽഫ് ലവ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് സെൽഫ് ലവ് പറ്റിയിട്ട് പഠിച്ചത്? ഇന്നത്തെ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തല്ല സെൽഫ് ലവ്, എന്താണ് സെൽഫ് ലവ്, നിങ്ങളെ സെൽഫ് ലവ് എങ്ങനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ എം എൻ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ ഈ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻ്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൻ്റെ ഒരു 3 ഏരിയാസ് നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് കണ്ടൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഫെർദർ എനി ഡിലേ നമ്മൾ ഡയറക്റ്റ്ലി നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അധിക ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള സെൽഫ് ലവ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അവർ മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തല്ല സെൽഫ് ലവ്? അധിക ആളുകളും വിചാരിച്ചിട്ടുള്ളത് അവരെ ഇമോഷൻസിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ മൂവി കാണുക, അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് സെൽഫ് ലവ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് നോട്ട് സെൽഫ് ലവ്. അതുപോലെ തന്നെ നമ്മൾ പുറത്തെ ലോകത്ത് ഐ ലവ് മൈ സെൽഫ്, എനിക്ക് എന്നെ ഇഷ്ടമെന്നൊക്കെ പറയുന്നു, അതേ സമയം തന്നെ നമ്മളെ ഉള്ളിലെ വേൾഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പാസ്റ്റിൽ നടന്നിട്ടുള്ള സംഗതികളെ പറ്റിയിട്ട് നമ്മളെ കുറ്റം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്കുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ദിസ് ഈസ് നോട്ട് സെൽഫ് ലവ്. ആൻഡ് ഒരുപാട് ആളുകളെ തെറ്റിദ്ധാരണയാണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അതൊരു ഈഗോ ആണ്, അല്ലെങ്കിൽ സെൽഫിഷ്നെസ് ആണ് എന്നൊക്കെ. എന്നാൽ അതുമല്ല സെൽഫ് ലവ്. എന്നാൽ എന്താണ് എക്സാക്ട്ലി സെൽഫ് ലവ്? ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആക്സെപ്റ്റ് അവർ സെൽഫ്. നമ്മൾ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ കുറവുകളും നമ്മളെ ഇല്ലായ്മകളും അതുപോലെ തന്നെ നമ്മളെ എല്ലാ കഴിവുകളും നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കുള്ളിലെ ലൈറ്റിനെയും അതുപോലെ തന്നെ അതിൻ്റെ നിഴലിനെയും രണ്ടും എന്ത് വേണം, നമുക്ക് സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് സെറ്റിംഗ് ബൗണ്ടറീസ്. നമുക്ക് നമ്മളെ സമാധാനത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇന്നർ പീസിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള സംഭവത്തിനോട് നമ്മൾ നോ പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. നമ്മളെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒരു ഭാഗമാണത് സെയിങ് നോ. അത് നമ്മളെ ഡീപ്പറായിട്ട് നമ്മളുള്ളിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ വി വാണ്ട് ടു സേ നോ. ദെൻ വരുന്നതാണ് ലിസൺ യുവർ ഇന്നർ വോയിസ്. അതായത് നമ്മൾ എന്ത് സംഗതി ചെയ്യുന്ന സമയത്തും നമ്മൾ ബാക്കിയുള്ള ആളുകളെ പരിഗണിക്കണം, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. നമ്മളെപ്പം എന്ത് ചെയ്യുകയാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ എന്ന് ആലോചിക്കുന്ന പോലെ തന്നെ അതെങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത് എന്നും കൂടി എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ഈ വിഷയത്തിൽ പറയാനുള്ളത്, നമ്മളെ പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യുന്നതിന് പകരം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കയ്യിലുള്ള ഈ പെണ്ണ് ഞാൻ എന്ത് ചെയ്യാണ്, ഹൈഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് മറച്ചു വെക്കുകയാണ്, അല്ലെങ്കിൽ മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ മറച്ചു വെച്ചാൽ കൂടി എന്ത് ചെയ്യും, ആ മറ നീങ്ങുന്നതോട് കൂടി നിങ്ങളെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻറ്റ് അഗെയിൻ എന്ത് ചെയ്യും, നിങ്ങളെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ ഇൻസിഡൻസും നിങ്ങൾ ഹീൽ ചെയ്യുക, ഹൈഡ് ചെയ്യുന്നതിന് പകരം ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെ നമുക്ക് നമ്മളെ സെൽഫ് ലവ് ബിൽഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതിനെ നിങ്ങളെ സഹായിക്കുന്ന 3 പ്രാക്ടിക്കൽ ടൂൾസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന ഒന്നാണ് എന്ത്, മിറർ ടോക്ക് എന്നുള്ളത്. നിങ്ങൾ മിറർ ടോക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ബട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിററിൻ്റെ മുന്നിൽ പോയിട്ട് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് നിൽക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അതർവൈസ് നിങ്ങളെ തന്നെ കണ്ടുകൊണ്ട് ഒരല്പസമയം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾ നെക്സ്റ്റ് ഒരു 3 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 7 ഡേയ്സിലേക്കൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് റിയലൈസേഷൻസ് വരുന്നത് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മിററിൽ നോക്കി നിങ്ങൾക്ക് അഫേം ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ പറ്റുന്ന കുറച്ച് അഫർമേഷൻസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മളെ കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിറർ ടോക്ക് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ നമ്മളെ സെൽഫ് ലവ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടൂളാണെന്ത്, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളെ എനർജി ഡ്രൈൻ ചെയ്യുന്ന രീതിയിലുള്ള സംഗതികളോട് നോ പറയുക. നിങ്ങളെ തന്നെ ഒന്ന് നേച്ചർ ചെയ്യുന്ന നിങ്ങളെ ചില കാര്യങ്ങളുണ്ടാവും, അതിനോട് എന്ത് ചെയ്യുക, നിങ്ങൾ യെസ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. റിമെമ്പർ,
ഒരിക്കലും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാത്തടത്തോളം കാലം ട്രൂ ആയിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് പുറത്തെ ലോകത്ത് നിന്ന് കിട്ടില്ല. അതുപോലെ തന്നെ എന്നാണോ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങളെ അംഗീകരിക്കുന്നത്, നിങ്ങളെ പരിഗണിക്കുന്നത്, അന്നു മുതലേ ട്രൂ ആയിട്ടുള്ള സ്നേഹവും പരിഗണനയൊക്കെ നിങ്ങൾക്ക് പുറത്തെ ലോകത്തുള്ള ആളുകളിൽ നിന്നും കിട്ടുകയുള്ളൂ. ഈവൻ കിട്ടുന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ആസ്വദിക്കാനും കൂടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു 3 ടൂൾസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു മെൻ്റൽ ഹെൽത്ത് റിഗാർഡിങ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മീറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയുള്ള ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.